നമസ്കാരം സുഹൃത്തുക്കളെ, മണ്ണും മണവും സിനിമയും എന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാരം തിയേറ്ററുകളിലും OTT-ലുമായി വലിയൊരു റിലീസ് നിര തന്നെയുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിലായി ഏപ്രിൽ 22 മുതൽ 24 വരെ നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തിയേറ്റർ റിലീസുകളിലേക്ക്. ഏപ്രിൽ 22 ബുധനാഴ്ച മലയാളത്തിൽ നിന്ന് ഷറഫുദ്ദീനും കല്യാണി പണിക്കരും ഒന്നിക്കുന്ന കുടുംബചിത്രം മധുവിധു റിലീസാവുകയാണ്. ഒപ്പം തെലുങ്ക് ചിത്രം റിച്ച് കിഡ്, തമിഴ് ആക്ഷൻ ചിത്രം ബാറ്റിൽ എന്നിവയും നാളെ തിയേറ്ററുകളിലെത്തും. ഇനി ഏപ്രിൽ 23 വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് സിജു വിൽസന്റെ ഡോസും പിന്നെ പാവക്കുത്ത് എന്നീ ചിത്രങ്ങൾ എത്തുന്നുണ്ട്. ഹിന്ദിയിൽ നിന്ന് ദ വാർഡ്രോബ്, ആക്ഷൻ മൂവി ഫ്യൂസ് എന്നിവയും തെലുങ്കിൽ നിന്ന് സുഗ്രീവയുമാണ് വ്യാഴാഴ്ചത്തെ പ്രധാന റിലീസുകൾ. ഏപ്രിൽ 24 വെള്ളിയാഴ്ചയും തിരക്കേറിയ ദിവസമാണ്. ഹിന്ദിയിൽ നിന്ന് ഗിന്നി വെഡ് സണ്ണി 2ഉം ശ്രീ ബാബ നീബ് കരോരി മഹാരാജാവിൻ്റെ ബയോപിക് ഡ്രാമ ചിത്രവും മെഴ്സി എന്നിവ റിലീസാകും. തമിഴിൽ നിന്ന് ഹാപ്പി രാജ്, നീ ഫോർ എവർ എന്ന റൊമാൻറ്റിക് ചിത്രങ്ങളും തമിഴിൽ നിന്ന് ബാൻഡ് മേളം എന്ന സിനിമയുമാണ് വെള്ളിയാഴ്ചത്തെ ഹൈലൈറ്റ്. ഇനി നമുക്ക് OTT വിശേഷങ്ങളിലേക്ക് പോകാം. മനോരമ മാക്സിലൂടെ മലയാള ചിത്രം സൂപ്പർ ജിംനി ഇപ്പോൾ തന്നെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റു പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഏപ്രിൽ 23 വ്യാഴാഴ്ച നെറ്റ്ഫ്ലിക്സിന്റെ വമ്പൻ ഹിറ്റ് സീരീസ് സ്ട്രേഞ്ചർ തിങ്സിന്റെ അനിമേറ്റഡ് പതിപ്പ് ടെയിൽ ഓഫ് 85 പുറത്തിറങ്ങും. ഏപ്രിൽ 24 വെള്ളിയാഴ്ച OTT-ലെ ഈ വാരത്തെ താരം നിവിൻ പോളി ചിത്രം പ്രതിച്ഛായയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതിനോടൊപ്പം തന്നെ അനിൽ കപൂറിന്റെ ആക്ഷൻ സീരീസ് 24ന്റെ പുതിയ സീസൺ ജിയോ ഹോട്ട്സ്റ്റാറിലും ഹിന്ദി ചിത്രം നുക്കട്ട് നാടക് നെറ്റ്ഫ്ലിക്സിലും ലഭ്യമാവും. അപ്പോൾ ഇത്രയുമാണ് ഈ വാരത്തിലെ പ്രധാന റിലീസുകൾ. ഇതിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്? നിവിൻ പോളിയുടെ പ്രതിച്ഛായ കാണാൻ കാത്തിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.